പ്രതിഷേധമാണ് ഈ നടപടിക്കെതിരെ ഉയരുന്നത്. സർക്കാർ സമ്മർദ്ദത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാക്കളുടെ പോസ്റ്റുകളും നീക്കുന്നുണ്ടെന്ന ആരോപണമാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ മെറ്റയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അതിൽ പാലോടാണ് ചേരുന്നത്. അതിൽ വിശദാംശങ്ങൾ എന്താണ്? ഉറപ്പായും അരവിന്ദ് കെജ്രിവാളിന്റെ അക്കൗണ്ട്, സമൂഹമാധ്യമ അക്കൗണ്ടുകളും പോസ്റ്റുകളും ഇന്ത്യയിൽ ലഭ്യമാകുന്നില്ല എന്ന പരാതിയുമായി അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് രംഗത്തെത്തിയത്. മെറ്റ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന് കീഴടങ്ങി എന്ന ആരോപണവും വിമർശനവുമാണ് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചത്. സമാനമായി പ്രതിപക്ഷത്തിന്റെ പോസ്റ്റുകൾ ഇകഴ്ത്തിക്കാട്ടണം അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യരുത് എന്ന രൂപത്തിലുള്ള നിർദ്ദേശം മെറ്റയ്ക്ക് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകിയിട്ടുണ്ട്, IT മന്ത്രാലയം നൽകിയിട്ടുണ്ട് എന്ന ആക്ഷേപം പ്രതിപക്ഷം കടുപ്പിക്കുകയാണ്. ഒപ്പം CJPയുടെ സമരം വിജയിച്ചതിന് പിന്നിൽ CJPയുടെ സമൂഹമാധ്യമ പോസ്റ്റുകളും ഒപ്പം വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ പോസ്റ്റുകളുമെല്ലാം മെറ്റ കൂടുതൽ ബൂസ്റ്റ് ചെയ്തോ എന്ന തരത്തിലുള്ള സംശയം കേന്ദ്ര സർക്കാരിനുണ്ടായി എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തെ അടക്കം പൂട്ടാനുള്ള നിർദ്ദേശം മെറ്റയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന യോഗങ്ങളിൽ നൽകിയിട്ടുണ്ട് എന്നുള്ള ആക്ഷേപമാണ് പ്രതിപക്ഷം ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി മെറ്റയ്ക്ക് കീഴ്പ്പെടുന്ന മെറ്റ എന്ന സംവിധാനം, സമൂഹമാധ്യമ അക്കൗണ്ടുകൾ, പ്ലാറ്റ്ഫോമുകളെ സ്വതന്ത്ര സംവിധാനമായി തന്നെ വിടാനുള്ള ആർജവം കേന്ദ്ര സർക്കാർ കാണിക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ കണക്ക് വന്നിരുന്നു. രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ സമൂഹമാധ്യമ അക്കൗണ്ടുകളാണ് പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിനേക്കാൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് എന്ന കണക്കുകൾ കൃത്യമായ ഡാറ്റയായി തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാക്കളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും സമൂഹമാധ്യമ അക്കൗണ്ടുകൾ കൂടുതൽ പേരിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമം മെറ്റയെ സ്വാധീനിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്നതാണ് ആക്ഷേപം. ഇതിൽ മെറ്റ സർക്കാരിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. മെറ്റയെ കീഴ്പ്പെടുത്തുന്ന രീതി, സ്വാധീനിക്കുന്ന രീതി സർക്കാർ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിലെ ആവശ്യം. ശരി, ആദ്യ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.